ഹായ്. അപ്പോൾ ദേ ഈ പെൻഡൻറ്റ് വെറും 10 രൂപ ചിലവിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുത്താലോ. അതിനായിട്ട് ഒരു OHP ഷീറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് 9 എണ്ണം ഇതുപോലെ സ്ക്വയറാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 10ാമത്തെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ദേ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക്. ഇനി നമുക്കിത് ഉണങ്ങാൻ വിടാം. അത് കഴിഞ്ഞ് നമുക്കൊരു ഗിയർ വയറിൻ്റെ പീസാണ് വേണ്ടത്. അത് ദേ നടുക്കിലൂടെ മടക്കി ഇങ്ങനെ ഒരു U ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗുങ്കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഗുങ്കുരുവാണ് ഒരു സെറ്റിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ കുറേ നമുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിന്നാണ്. ആ പിന്നിൻ്റെ എൻഡ് ഒന്നിങ്ങനെ റൗണ്ടാക്കി മടക്കി കൊടുക്കണം. ഇനി നമുക്ക് ആ കുന്തൻ സ്റ്റോണിൻ്റെ എൻഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. അപ്പോൾ അതേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പോഴുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ആ വളച്ച് വെച്ചിട്ടുള്ള പിന്നൊന്ന് ഇതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗുങ്കുരൂസും ചുറ്റിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ താഴ്ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ അതേ സ്പേസ് ഇല്ലാതെ നമുക്കിങ്ങനെ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. എവിടെ നിങ്ങൾക്ക് ഗ്യാപ്പ് തോന്നുന്നോ അവിടെയൊക്കെ ഒട്ടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണേ. എത്രത്തോളം അടുപ്പിച്ച് ഒട്ടിക്കുന്നോ അത്രത്തോളം ഭംഗി കൂടും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യടാ. അതുമാതിരി എല്ലാ വീഡിയോസും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാതിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കൂ. അപ്പോൾ അതേ ഞാൻ ഫുൾ ഗുങ്കുരൂസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പോഴുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ആ ഗുങ്കുരു ഒട്ടിച്ച ആ ഒരു പോർഷനിൽ ബാക്കിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ആ കമ്പിയൊന്നും കാണില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഷീറ്റാണ്. അതൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്സ് സ്ട്രിപ്പ് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു ടൈപ്പ് ക്ലോത്തിൻ്റെ ബാഗ് കിട്ടില്ലേ, അതാണെങ്കിലും മതി കേട്ടോ. പിന്നെ അതേ ഞാൻ ആ മേലെ ഒട്ടിച്ച ആ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റും ഇതേപോലത്തെ കുഞ്ഞ് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. അത് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 8 ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദേ ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ, എന്നാലേ അത് നന്നായി ഉണങ്ങുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ പെൻഡൻറ്റിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ പെൻഡൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ 2 കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.